ഹലോ ഗൈസ്, എലീസ ക്രിയേഷൻസിന്റെ ഒരു ഓണം സ്പെഷ്യൽ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ എലിസബത്ത് ജോമി. ഇന്ന് നമ്മൾ കണ്ടപ്പോൾ സെറ്റപ്പ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകില്ലേ, ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോയാണ്. അപ്പോൾ ഇതിനായിട്ട് ഏറ്റവും വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട് അത്തക്കളാണ്. ഏതായാലും നമുക്ക് വഴിയേ കാണാം, ബാക്കി വിശേഷങ്ങൾ വഴിയേ പറയാതെ. അപ്പോൾ ഇതിനായിട്ട് ആവശ്യമുള്ള വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു തുണി പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറിച്ച പീസുകളും അതൊരു പൂ പോലെ കെട്ടി വെച്ചിരിക്കുവാണേ. പിന്നെ കൂടാതെ കത്രിക വേണം, പിന്നെ ഗ്ലൂ ഗണ്ണും വേണം. ഇത്രയും സംഭവങ്ങൾ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു പൂക്കളമെന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം പൂക്കളില്ല ഇതിനകത്ത്. നമുക്ക് വേസ്റ്റ് മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, വേണ്ടാതെ കളഞ്ഞ കുറച്ച് തുണികൾ കൊണ്ടുള്ള ഒരു സെറ്റപ്പും. അപ്പോൾ ഇതൊരു പരീക്ഷണമാണ്. അപ്പം നമ്മൾ ഒരു കുഞ്ഞ് പീസായിട്ട് ഇങ്ങനെ സ്ക്വയറിൽ മുറിച്ചെടുത്തിട്ട് ചുമ്മാ ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് തയ്ച്ചെടുക്കാൻ പോവുകയാണേ. ഇവരെല്ലാവരും തയ്ക്കുകയല്ല കേട്ടോ, ഇവരെല്ലാവരും ഇങ്ങനെ ചുറ്റി വെറുതെ കെട്ടുവാണ്. എനിക്കിപ്പോൾ ഇത് ഭയങ്കര എളുപ്പമായിട്ട് തോന്നിയത് കാരണം ഞാനിങ്ങനെ തയ്ച്ചെടുക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മുടെ അമ്മച്ചി എത്തിയിട്ടുണ്ടേ, ജോമോൻചേട്ടൻ്റെ അമ്മച്ചിയാണ്. പിന്നെ ഇപ്പൊ നമുക്കൊരു പാട്ട് കേൾക്കാൻ പോണത് ജോസ്മീരയാണ് കേട്ടാ. ജോമോൻചേട്ടയുടെ പെങ്ങളാണ്, എന്റെ നാത്തൂനാണ്, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞേട്ടാ. അത്തം തൊട്ടു വിരിഞ്ഞു ചിരിക്കുമൊരായിരമഴകല്ലേ, മുറ്റത്താവണി മാസം കൊണ്ടു നടക്കും മഴവില്ലേ. നമുക്ക് ഈ ഒരു ഐഡിയ കിട്ടിയ പെട്ടെന്നായിപ്പോയി. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ തുണികളെല്ലാം ഇന്നലെ തന്നെ കട്ട് ചെയ്ത് വെച്ചായിരുന്നെങ്കിൽ ശരിക്കും എളുപ്പമായിരുന്നു ഇത് ചെയ്യാനായിട്ട്. പക്ഷെ ഇപ്പൊ ഇത് ഭയങ്കര പാടായി പോയിട്ടാ, കാരണം നമ്മൾ ഇന്ന് ഫുൾ ടൈം നിൽക്കേണ്ടി വന്നു ഇതിന് വേണ്ടിയിട്ട്. വലിയ പാടൊന്നും ഇല്ല, പക്ഷെ നമ്മൾ ഇരുന്നിരുന്ന് കുറെ നേരമായാലും ഇരിപ്പ് തുടങ്ങിയിട്ട്, രാവിലെ തുടങ്ങിയതാ. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. പറനിറേ പുഞ്ഞളക്കും പൗർണമിലാവായി, പടിഞ്ഞാറേ പൂമ്പാറം മരവിൽ പാത്കനലായി, നുരയിടുമറയിൽ നമുക്കു തുരയാനമ്പിളിത്തോണി, തുരഞ്ഞു ചെന്നാൽ കുളിച്ചു തുരുവാൻ തുമ്പപ്പൂക്കാവ്. പൂവേ പുലിപൂവേ പുലിപൂവേ പൂവേ, പൂവേ പുലിപൂവേ പുലിപൂവേ പൂവേ, പറനിറേ പുഞ്ഞളക്കും പൗർണമിലാവായി, പടിഞ്ഞാറേ പൂമ്പാറം മരവിൽ പാത്കനലായി. അങ്കിള് പപ്പടം വറക്കുമ്പോ നമുക്ക് പായസത്തിൽ കുറച്ച് പണി കൂടിയുണ്ട്. അങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടേ നമ്മുടെ അമ്മച്ചിയുടെ ആങ്ങളെയാണ് കേട്ടോ. ഇത് കുഞ്ഞോളാണ്, സ്വന്തം ആങ്ങളെയാ. ഇനി വേറെ ആങ്ങളാണെന്നൊന്നും വിചാരിക്കണമെന്നല്ലേ. അതെ, പായസത്തിൽ കുറച്ച് പരിപാടിയുണ്ട്, അത് ജോമോൻ ചേട്ടനെ ഏൽപ്പിക്കാൻ പോവാണ്. ജോമോൻ ചേട്ടൻ തന്നെ ചെയ്യട്ടെ. നമ്മുടെ ജോമോൻ ചേട്ടൻ ഇടപെടാൻ പോവാണ്. ജോമോൻ ചേട്ടാ തേങ്ങാപ്പാൽ ഇടാൻ പോവാണ് കേട്ടോ. ഒന്നാം പാല് നമ്മൾ ഇട്ടിട്ടില്ലായിരുന്നു, ബാക്കി പരിപാടിയൊക്കെ ബാക്കി പെണ്ണുങ്ങളൊക്കെയാണ് ചെയ്തേക്കണേ. അപ്പൊ വലിയ കാര്യത്തിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടെന്നേള് ഫ്രണ്ടില്. അമ്മച്ചിയുണ്ട്, നാത്തൂനൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ പരിചയപ്പെടുത്തിയതാണ് കേട്ടാ. കണ്ട, ആണ് മഞ്ജു ആന്റി. എന്റെ നിയമോള് നിക്കുന്നു, എന്റെ വാക്കോ പിക്ചർ നിക്കുന്നു, കണ്ട. പുള്ളി ഭയങ്കര ബിസിയാ. ഫ്രണ്ടില് കുറച്ച് പേര് ഇരിപ്പുണ്ട് കേട്ടാ. സമയം വൈകിയത് കൊണ്ട് എല്ലാരും ഉറക്കത്തിലായിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഏകദേശം. അമ്മയൊക്കെ സുന്ദരിയായിട്ടാണ് ഇരിക്കണേ കേട്ടാ. എന്റെ അനിയത്തിരുന്ന് ഒരുങ്ങണ ഞാൻ കാണിച്ചു തരാവേ. അവള് ഒരുങ്ങണ ഇത്ര നേരം ഞാൻ ഒരുങ്ങന്ന് പറഞ്ഞിട്ട് അവള് ഒരുങ്ങിയില്ല കേട്ടാ. നമ്മുടെ അപ്പ ഓച്ചിരി ഇരിക്കപ്പേ അത് കാണാനായിട്ടാ ഞങ്ങള് വന്നേക്കണ. കിടക്കപ്പേ അതിന്റെ സെറ്റപ്പ് അറിയണ്ടേ. നമ്മൾ ഉണ്ടാക്കിയ അന്നത്തെ കോച്ചി ഓർമ്മയുണ്ടല്ലോ അല്ലേ, അപ്പ തന്നെ കിടക്കട ഞാൻ കാണിച്ചു തരാട്ടെ ഇപ്പൊ തന്നെ. കണ്ടാ അപ്പ ഇരിക്കണ കണ്ടാ. അപ്പൊ അപ്പയുടെ പേരെന്ന് പറഞ്ഞു കൊടുത്തേ, പേര് പറഞ്ഞു കൊടുത്തേ. അപ്പേ പേര് പറഞ്ഞു കൊടുക്ക്. കണ്ട, ബേബി എന്ന് പറഞ്ഞാ അമ്മച്ചിയുടെ അപ്പച്ചനാണ് ഇത്. അമ്മച്ചിയുടെ അപ്പച്ചനും അമ്മയും ആണ് അവിടെ ഇരുന്നേച്ചത്.
വടംവലി മത്സരിക്കുകയാണ്. മത്സരത്തില് ആനപ്പാറയും 500 ആന നമ്മളുടെ മത്സരമാണ്. ഇതാ വടംവലി ആരംഭിക്കാൻ പോവുകയാണ്. വലിച്ചോ വലിച്ചോ. ആനപ്പാറ ജയിച്ചേ. അപ്പോൾ നമ്മുടെ അടുത്ത മത്സരം തുടങ്ങാൻ പോവുകയാണ്. കസേര കളിയാണ് കേട്ടോ ഇപ്പൊ നടക്കാൻ പോണത്. നിങ്ങൾ എല്ലാവരും കൂടിയാണ് കസേര കളിക്കുള്ളത്. എല്ലാവരും ഉണ്ട് കേട്ടോ. ബാക്കി നമുക്ക് കാണാം ആരായിരിക്കും ജയിക്കുന്നത്. ആരെങ്കിലും ഒന്ന് ഇരിക്കട്ടെ.